വെള്ളിത്തിരയിലെ വർണ്ണക്കാഴ്ചകൾക്കായി കാത്തിരിക്കുന്ന സിനിമാ പ്രേമികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കൗതുകമുണർത്തുന്ന പേരും പ്രമേയവുമായി തവളയുടെ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുവാൻ പോവുകയാണ്. ചിത്രത്തിൻ്റെ പേര് തന്നെ ഒരു വ്യത്യസ്തമാണ്, തവളയുടെ. ഇനി ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം. നവാഗതനായ ഫ്രാൻസിസ് ജോസഫ് ജീര കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും. ഫെബ്രുവരി 14 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചനയും. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാലു എന്ന ബാലൻ്റെ കൗതുകം നിറഞ്ഞ ജീവിതത്തിലൂടെയും അവൻ്റെ മനോഹരമായ സ്വപ്ന ലോകങ്ങളിലൂടെയുമാണ് ഈ ചിത്രം സഞ്ചരിക്കുന്നത്. മാസ്റ്റർ അൻവിൻ ശ്രീനുവാണ് ചിത്രത്തിലെ പ്രധാനമായ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അനുമോളും സെന്തിൽ കൃഷ്ണയുമാണ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതും. ഗംഗ എന്ന അമ്മ വേഷത്തിൽ അനുമോളും വിശ്വനാഥൻ എന്ന അച്ഛൻ വേഷത്തിൽ സെന്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബിഗ് സ്റ്റോറീസ് മോഷൻ പിക്ചേഴ്സിൻ്റെയും 14th 11 സിനിമാസിൻ്റെയും ബാനറിൽ റോഷിത് ലാൽ, ജോൺ പോൾ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡിൻ്റെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഈ സിനിമയിൽ ആനന്ദ് റോഷൻ, ഗൗതമി നായർ, സുനിൽ സുഗത തുടങ്ങി വലിയ ഒരു താരനിര തന്നെയുണ്ട്. ബിപിൻ ബാലകൃഷ്ണൻ്റെ ഛായാഗ്രഹണവും നിഖിൽ രാജൻ്റെ സംഗീതവും ചിത്രത്തിന് മാറ്റുകൂട്ടുന്നുമുണ്ട്. അന്തരിച്ച പ്രിയ കവി BR പ്രസാദിൻ്റെ വരികൾ ഈ ചിത്രത്തിലെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഈ കുടുംബ ചിത്രം തിയേറ്ററുകളിൽ ഒരു മികച്ച വിജയം നേടുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.